ദി ബിഗ്ഗസ്റ്റ് ട്രൂത്ത് ഓഫ് ലൈഫ്, ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. ഈ ആശയം വ്യക്തിനിഷ്ഠവും വ്യക്തിഗത വീക്ഷണങ്ങളെയും ജീവിതാനുഭവങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് അഗാധമായ നിരവധി സത്യങ്ങളുണ്ട്. ഓരോന്നിനും വ്യത്യസ്ത ആളുകൾക്ക് ഭാരവും അതോടൊപ്പം തന്നെ അർത്ഥവും നൽകുന്നു. ഒന്നാമത്തേത്, എവറിത്തിങ് ഈസ് ഇംപെർമനൻറ്റ്. നമ്മുടെ നശ്വരത. നാം എല്ലാവരും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെ നമ്മുടെ സമയം പരിമിതമാണ്. ഈ സത്യത്തിന് ജീവിതത്തെ വിലമതിക്കാനും പ്രാധാന്യമുള്ളവയ്ക്ക് മുൻഗണന നൽകാനും നല്ല സ്വാധീനം ചെലുത്താനും നമ്മെ പ്രചോദിപ്പിക്കാൻ കഴിയും. നമ്മുടെ പരസ്പര ബന്ധം. രണ്ടാമത്തേത്, നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഈ വിശാലമായ പ്രപഞ്ചം. ഈ പരസ്പര ബന്ധത്തിന് സഹാനുഭൂതി, അനുകമ്പ, പങ്കിട്ട മാനവികതയുടെ ബോധം, അടുത്ത് തിരഞ്ഞെടുക്കാനുള്ള ശക്തി. ജീവിതത്തിലെ ചില ഘടകങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണെങ്കിലും നമ്മുടെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നമുക്ക് എപ്പോഴും അധികാരമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നാം ആഗ്രഹിക്കുന്ന ഫലങ്ങൾക്കായി പരിശ്രമിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു. അർത്ഥം തേടൽ. ജീവിതത്തിന് ഒരു മുൻ നിശ്ചയിച്ച ലക്ഷ്യമില്ലായിരിക്കാം. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ സ്വന്തം അർത്ഥം സൃഷ്ടിക്കാൻ കഴിയും. അടുത്തത്, വളർച്ചയുടെയും പഠനത്തിൻ്റെയും പ്രാധാന്യം. ലൈഫ് ഈസ് ഓൾവേസ് ഗ്രോയിങ് ആൻഡ് ലേണിംഗ്. എവരി ടൈം എ ലേണർ. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. വളർച്ചയുടെയും പഠനത്തിൻ്റെയും നിരന്തരമായ യാത്രയാണ് ജീവിതം. നമ്മൾ വെല്ലുവിളികൾ നേരിടുന്നു, തെറ്റുകൾ വരുത്തുന്നു, മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ഈ തുടരുന്ന പ്രക്രിയ വ്യക്തി വികസനത്തിന് ഒരു സമ്പന്നമായ ഉറവിടമാകാം. അപ്പോൾ ആത്യന്തികമായ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം നിങ്ങളുമായി ഏറ്റവും ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന ഒന്നായിരിക്കാം. ചുറ്റുമുള്ള ലോകത്തെ കുറിച്ചുള്ളൊരു ധാരണ രൂപപ്പെടുത്തുന്നു. ലാസ്റ്റ് വൺ, യു ക്യാൻ നെവർ മേക്ക് എവരി വൺ ഹാപ്പി ഇഫ് യു ലോസ് യുവർസെൽഫ്. നമുക്കെല്ലാവരെയും സന്തോഷവാന്മാരാക്കാൻ കഴിയില്ല. ആ സത്യം മനസ്സിലാക്കുക. യു ഡു യുവർ ബെസ്റ്റ്. കുട്ടികളിൽ നിന്ന് നമ്മളെപ്പോഴും സന്തോഷം പ്രതീക്ഷിക്കുക, പക്ഷേ എപ്പോഴും അത് ലഭിക്കണമെന്നില്ല. അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ വഴിക്കങ്ങ് വിടുക. എന്നാൽ എപ്പോഴും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ജീവിതം മനോഹരമാക്കാം. ഇഫ് യു ചേഞ്ച് ദ വേ യു ലുക്ക് അറ്റ് തിങ്സ് യു ലുക്ക് അറ്റ് ചേഞ്ച്. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക. താങ്ക് യു.